പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 7 മുതൽ 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അങ്ങനെ നന്നായി ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് ആരോഗ്യ സംരക്ഷണവും രോഗപ്രതിരോധവും ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പല കാരണങ്ങളാലും മിക്കവർക്കും ഇന്ന് അത് പാലിക്കാൻ സാധിക്കുന്നില്ല. അതായത് നന്നായി ഉറങ്ങാൻ പലർക്കും കഴിയുന്നില്ല. ഉറക്കം എന്ന് പറയുമ്പോൾ അതിൻ്റെ ദൈർഘ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ അത് എങ്ങനെ ഉറങ്ങുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ബോത്ത് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നന്നായി ഉറങ്ങാൻ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. വളരെ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്താൽ പലപ്പോഴും നമുക്ക് നന്നായി ഉറങ്ങാൻ പറ്റും. പക്ഷെ പലർക്കും അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ആ വിഷയം തന്നെ നമ്മൾ ഇന്നിവിടെ ചർച്ചയ്ക്കായിട്ട് എടുക്കുന്നത്. അതേപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അല്പം ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഉറക്കത്തെപ്പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിക്ക് എത്രമാത്രം ഉറക്കം വേണം എന്നുള്ളത് ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട്. അതായത് കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും, അതായത് അഡോളസൻ്റ് ആയിട്ടുള്ളവർക്കും അല്പസമയം കൂടുതൽ ഉറങ്ങേണ്ടിയിരിക്കുന്നു. പ്രായമുള്ളവർക്കാണെങ്കിൽ അല്പസമയം കുറച്ച് ഉറങ്ങിയാലും മതി. സാധാരണ പറയുകയാണെങ്കിൽ ഏതാണ്ട് 7 മുതൽ 9 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങണം എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. 7 മണിക്കൂറിൽ കുറച്ച് ഉറങ്ങുന്നതും 9 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്നതും ആരോഗ്യത്തിന് നന്നല്ല എന്ന് മനസ്സിലാക്കുക. നന്നായി നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ അത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്യാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് എങ്ങനെ നന്നായി ഉറങ്ങാം. അതായത് ഉറക്കം വരാത്ത പലർക്കും അവർക്ക് ഉറക്കം ലഭിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഉറക്കം വരാതിരിക്കുന്നത് 2 തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട് അതിനകത്ത്. ഒന്ന്, കിടന്നാൽ ഉറക്കം വരുന്നില്ല. കുറച്ച് പേർക്ക് അതാണ് പ്രശ്നം. മറ്റു ചിലർക്കാകട്ടെ അവർ ഉറങ്ങുന്നുണ്ട്, പക്ഷെ രാത്രിയിൽ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരില്ല. അപ്പോൾ ഈ 2 കൂട്ടരും എന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യമായിട്ട് തന്നെ നമുക്ക് ഉറക്കം വരാൻ എന്തെല്ലാം ചെയ്യണം, അതിന് നമ്മൾ ഓരോരുത്തരും പേഴ്സണലായിട്ട് ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് നമ്മുടെ ബെഡ്റൂമിനെ പറ്റിയും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം പേഴ്സണലായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ കൃത്യസമയത്ത് തന്നെ ഉറങ്ങാൻ കിടക്കുക. അതുപോലെ തന്നെ കൃത്യസമയത്ത് തന്നെ നമ്മൾ ഉണരുക. അതായത് ശരീരത്തിന് ഒരു ചാക്രിയ സ്വഭാവമുണ്ട്. അതിനെ ബയോളജിക്കൽ ക്ലോക്ക് എന്നാണ് പറയുന്നത്. പ്രകൃതിക്ക് ഒരു ക്ലോക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അതിനെ സിക്കാർഡിയൽ റിതം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമ്മൾ പരിപാലിക്കണം. കൃത്യമായിട്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുകയും കൃത്യമായിട്ട് തന്നെ നമ്മൾ കൃത്യസമയത്ത് തന്നെ നമ്മൾ ഉണരുകയും ചെയ്യുകയാണെങ്കിൽ, കുറച്ച് ദിവസം നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരം തന്നെ ആ കൃത്യസമയമാകുമ്പോൾ നമുക്ക് ഉറക്കം വരും. അതുപോലെ തന്നെ ആ കൃത്യസമയത്ത് നമ്മൾ ഉണരുകയും ചെയ്യും. നമ്മുടെ ശരീരത്തെ നമ്മൾ എങ്ങനെ പഠിപ്പിക്കുന്നു എന്നതനുസരിച്ചാണ് ശരീരം പിന്നെ പ്രവർത്തിക്കുക. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 10 മണിക്ക് മുമ്പ് തന്നെ നമ്മൾ ഉറങ്ങാൻ കിടക്കണം. ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് എന്ന് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത് വളരെ ശരി തന്നെയാണ്. അപ്പോൾ നിവൃത്തിയുണ്ടെങ്കിൽ 10 മണിക്ക് മുമ്പ് നമ്മൾ കിടക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉണരുന്നത് ഒരു 6 മണിക്ക് മുമ്പ് തന്നെ നമ്മൾ ഉണരാൻ ശ്രമിക്കുക. നമ്മൾ അവധി ദിവസങ്ങളാണെങ്കിൽ പോലും ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് വിദഗ്ധർ പറയുന്നത്. പലപ്പോഴും പ്രത്യേകിച്ച് നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ അവധി ദിവസങ്ങളിൽ അവർ തോന്നുമ്പോഴായിരിക്കും കിടക്കുന്നത്. കൂടുതൽ സമയം അവർ റിക്രിയേഷനും മറ്റുള്ളതിനും വേണ്ടി ചെലവഴിക്കുന്നു, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. അവർ വളരെ താമസിച്ചായിരിക്കും അവധി ആയതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുക. അതുപോലെ തന്നെ രാവിലെ ഉണരുന്നതും വളരെ താമസിച്ചായിരിക്കാം. അത് ശരിയല്ല. നമ്മൾ അവധി ദിവസങ്ങളിൽ പോലും നമ്മുടെ ആ കൃത്യനിഷ്ഠ നമ്മൾ പാലിക്കുക. എന്നാലേ നമുക്ക് അടുത്ത ദിവസം ചിലപ്പോൾ ഉറക്കം വരികയുള്ളൂ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ സ്വയമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. എല്ലാ ദിവസവും നമ്മൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായി ഉറങ്ങാൻ കഴിയും. വ്യായാമം എന്ന് പറയുമ്പോൾ നമ്മൾ വേഗതയിലുള്ള നടപ്പ്, അല്ലെങ്കിൽ നമ്മൾക്ക് ഓട്ടം, അല്ലെങ്കിൽ നമ്മൾ ജിമ്മിൽ ചെയ്യുന്ന വ്യായാമങ്ങൾ, യോഗ ഏറ്റവും നല്ലൊരു വ്യായാമമാണ്. അതുപോലെ തന്നെ മെഡിറ്റേഷൻ, ഇവ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉറക്കം നന്നായി ലഭിക്കാൻ അത് വളരെയധികം സഹായിക്കും. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. അതായത് നമ്മൾ വൈകിട്ടത്തെ ആഹാരം എപ്പോഴും ലൈറ്റായിട്ട് മാത്രമേ കഴിക്കാവുള്ളൂ. അതായത് ലഘുഭക്ഷണമാണ് വൈകിട്ടത്ത് നമ്മൾ കഴിക്കേണ്ടത്. അത് നമ്മൾ വളരെ നേരത്തെ തന്നെ കഴിക്കണം.
ഇന്ന് മിക്കവരും വൈകിട്ടത്തെ ആഹാരം കഴിക്കുന്നത് 10 മണിക്ക് ശേഷമാണ്. 10ഓ 11ഓ 12 മണിക്കോ ഒക്കെയാണ് വൈകിട്ടത്തെ ആഹാരം കഴിക്കുന്നത്. അത് ശരിയല്ല. വൈകിട്ടത്തെ ആഹാരം നമ്മൾ 8 മണിക്ക് മുമ്പ് തന്നെ കഴിച്ചിരിക്കണം. വൈകിട്ടത്തെ ആഹാരം കഴിച്ച് ഏറ്റവും കുറഞ്ഞ ഒരു 2 മണിക്കൂറിന് ശേഷമേ നമ്മൾ ഉറങ്ങാൻ കിടക്കാവുള്ളൂ. അതായത് വൈകിട്ട് കഴിക്കുന്ന ആഹാരം ദഹിച്ചു കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ഉറങ്ങാവൂ. ഇല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്തും നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് റെസ്റ്റ് കിട്ടത്തില്ല. ഒരു നേരം കഴിക്കുന്ന ആഹാരം ദഹിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ 2 മണിക്കൂറെങ്കിലും എടുക്കും. അപ്പോൾ ദഹനം ശരിയാകുകയില്ല. അത് ഒബീസിറ്റി അല്ലെ അമിതവണ്ണത്തിനും മറ്റു പല രോഗങ്ങൾക്കും ഒക്കെ കാരണമാകും. അതുകൊണ്ട് നേരത്തെ തന്നെ വൈകിട്ടത്തെ ആഹാരം കഴിക്കുക. അതും വളരെ ലൈറ്റായിട്ട് മാത്രം നമ്മൾ കഴിക്കുക. ഈ 2 കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ കോഫി, ചായ അല്ലെങ്കിൽ ആൽക്കഹോള് ഇവയൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. പിന്നെ എല്ലാ ദിവസവും നമ്മൾ കുറച്ച് സമയം സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽപ്പിക്കുന്നതും നല്ലതാണ്. അത് നമുക്ക് വൈറ്റമിൻ ഡിയുടെ ലെവല് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ ഈ ഉറക്കത്തിന് ഒരു ഹോർമോണിന്റെ പ്രവർത്തനം വളരെ അത്യാവശ്യമാണ്. അതിനെ മെലാറ്റോണിൻ എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത്. അതിനെ ഉറക്ക ഹോർമോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. നമ്മൾ സന്ധ്യയാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ ഇരുട്ട് വരുമ്പോൾ മുതലാണ് ഈ മെലാറ്റോണിൻ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് തലച്ചോറിലുള്ള പീനൈൽ ഗ്രന്ഥിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൻ്റെ അളവനുസരിച്ചാണ് നമുക്ക് ഉറക്കം വരുന്നത്. വെളുപ്പിനെ നമ്മുടെ കണ്ണിലെ റെറ്റിനയിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ അതിൻ്റെ ലെവല് കുറയുകയും നമ്മൾ ഉണരുകയും ചെയ്യും. അപ്പോൾ ഈ മെലാറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ അളവ് നമ്മൾ കൂടിയിരിക്കുവാൻ ശ്രദ്ധിക്കണം. എങ്കിലേ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പകലത്തെ സമയത്ത് നമ്മൾ കുറച്ച് സമയം നമ്മുടെ ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽപ്പിക്കുക, അതുപോലെ തന്നെ നമ്മൾ വ്യായാമം ചെയ്യുക തുടങ്ങിയവയൊക്കെ മെലാറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ അളവ് കൂട്ടാൻ നമ്മളെ വളരെയധികം സഹായിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങിയ സാങ്കേതിക ഉപകരണങ്ങൾ നമ്മൾ ഉറങ്ങുന്നതിന് ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂർ മുമ്പ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതൊരു നീല വെളിച്ചമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു നീല വെളിച്ചം കണ്ണിനകത്തേക്ക് പതിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് വിചാരിക്കുന്നത് പകലാണ് എന്നാണ്. അങ്ങനെ പകലാണെന്ന് തലച്ചോറ് വിചാരിക്കുന്നത് കൊണ്ട് മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം അവിടെ നടക്കുന്നില്ല. അപ്പോൾ മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് കൊണ്ട് ആ വ്യക്തിക്ക് ഉറക്കം വരുന്നില്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങിയവയുടെ ഉപയോഗം ഏറ്റവും കുറഞ്ഞത് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ നിർത്തിവെക്കണം. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പകല് നമ്മൾ ഉറങ്ങാതിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് പലരും പകല് സമയം ഏതാണ്ട് 1ഉം 2ഉം മണിക്കൂറും ഒക്കെ ഉറങ്ങുന്നവർ ധാരാളമുണ്ട്. അങ്ങനെ പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പലർക്കും രാത്രിയിൽ ഉറക്കം വരികയില്ല. ഏറ്റവും കുറഞ്ഞ് നമ്മൾ കിടന്നു കഴിഞ്ഞിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടും നമ്മൾ ഉറക്കം വരുന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത മുറിയിൽ പോയി അല്പം എന്തെങ്കിലും വായിക്കുകയോ അല്ലെങ്കിൽ സംഗീതം കേൾക്കുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് ഉറക്കം വരാൻ സാധ്യത കൂടും. പിന്നെ നമ്മുടെ ബെഡ്റൂമിനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ബെഡ്റൂം ഉറങ്ങാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. മറ്റു പ്രവൃത്തികൾക്ക് ബെഡ്റൂം ഉപയോഗിക്കരുത്. അതായത് മൊബൈൽ ഫോൺ കാണുന്നതിനോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് നോക്കുന്നതിനോ അല്ലെ പഠിത്തത്തിനോ അല്ലെ ഭക്ഷണം കഴിക്കുന്നതിനോ അങ്ങനെ മറ്റു പ്രവൃത്തികൾക്ക് നമ്മൾ ബെഡ്റൂം ഉപയോഗിക്കാതിരിക്കണം. പിന്നെ ബെഡ്റൂമിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, അവിടുത്തെ ലൈറ്റ്, അതുപോലെ തന്നെ അവിടുത്തെ സൗണ്ട്, 3 അവിടുത്തെ ടെമ്പറേച്ചർ. ഈ 3നെ പറ്റി നമ്മൾ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് അതിനകത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, നമ്മൾ ഇരുട്ടത്താണ് നമ്മൾ ഉറങ്ങേണ്ടത്. പ്രകൃതി അങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് രാത്രിയിൽ ഉറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ കംപ്ലീറ്റ് നല്ല ഇരുട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഉറങ്ങാൻ നല്ലത്. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ 0 വോൾട്ട് വെക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ നീല വെളിച്ചത്തിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. നീല വെളിച്ചം യാതൊരു കാരണവശാലും ബെഡ്റൂമിൽ അനുവദിക്കാൻ പാടില്ല. പിന്നെ രാത്രിയിൽ നമ്മളൊന്ന് ഉണരേണ്ടി വന്നു കഴിഞ്ഞാലും ബെഡ്റൂമിലെ ലൈറ്റ് നിങ്ങൾ ഒരിക്കലും ഇടരുത്. പിന്നെ സൗണ്ട്, നമുക്ക് ഒട്ടും ശബ്ദരഹിതമായ ഒരു അന്തരീക്ഷമാണ് ഉറങ്ങാൻ ഏറ്റവും നല്ലത്. അപ്പോൾ വേണ്ടി വന്നാൽ നിങ്ങൾക്ക് ഇയർ പ്ലഗ് ഉപയോഗിക്കാം. പിന്നെ മറ്റൊന്ന് നമ്മുടെ ടെമ്പറേച്ചറാണ്. തണുത്ത അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഉറങ്ങാൻ ആവശ്യമായിട്ടുള്ളത്. വളരെ ചൂടുള്ള അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ വളരെ തണുപ്പ് കൂടിയ അന്തരീക്ഷവും നമ്മുടെ ഉറക്കം കെടുത്തും എന്നാണ് പറയുന്നത്. ഉറക്കത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഏതാണ്ട് 70 ഡിഗ്രി ഫാരൻഹീറ്റ് തണുപ്പാണ്. നമ്മൾ ചൂടുള്ള ഒരു പരിസ്ഥിതിയിൽ നിന്നും തണുപ്പത്തേക്ക് വരുവാണെങ്കിൽ ഉറങ്ങാൻ അത് വളരെയധികം സഹായിക്കും. നമ്മൾ വൈകിട്ട് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ മറ്റൊരു കാര്യം കിടക്കയാണ്. ഉറങ്ങാൻ കിടക്കുന്ന കിടക്ക നമുക്ക് വളരെ സുഖകരമായിരിക്കണം, അല്ലെ കംഫർട്ടബിൾ ആയിരിക്കണം, എങ്കിലേ ഉറക്കം വരികയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഉറക്കത്തിന് അത് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് സൃഷ്ടിക്കും. നമ്മൾ ഉറക്കത്തിൽ ഉണരാതിരിക്കണമെങ്കിൽ
നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ചെയ്യേണ്ടിയിരിക്കുന്നു. മിക്കവരും രാത്രിയിൽ ഉണരുന്നത് മൂത്രമൊഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ രാത്രിയിൽ മൂത്രം ഒഴിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് മൂത്രം ഒഴിച്ചേച്ച് കിടക്കുക. പിന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നതിലും ശ്രദ്ധിക്കണം. നമ്മൾ കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മൂത്രം ഉണ്ടാവും, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ കിടക്കുന്നതിന് ഏതാണ്ട് 6 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞ് വെള്ളമോ മറ്റ് ദ്രാവകങ്ങളോ ആവശ്യമായിട്ട് വന്നാൽ നമ്മൾ മിതമായ അളവിൽ മാത്രമേ കുടിക്കാവുള്ളൂ. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ രാത്രിയിൽ നമുക്ക് മൂത്രം ഒഴിക്കാൻ എഴുന്നേൽക്കേണ്ടി വരത്തില്ല. പലരും രാത്രിയിൽ ഉണർന്നു കഴിഞ്ഞാൽ അവർക്ക് കിടന്നാൽ പിന്നെ ഉറക്കം വരുന്നില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർ അടുത്തുള്ള മുറിയിൽ പോയി കുറച്ച് സമയം വായിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഗീതം കേൾക്കുകയോ എന്തെങ്കിലും പ്രവൃത്തികൾ ഏർപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചു വന്ന് കിടന്നാൽ പലപ്പോഴും ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഉറക്ക ഭംഗം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഉറക്കം വരുന്നില്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അത്യാവശ്യം ചില മെഡിസിൻസ് ഉണ്ട്. ഉറക്കക്കുറവിനെ ഇൻസോംനിയ എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് വലിയ കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡോക്ടർമാർ അതിന് ഉറക്കം വരാനുള്ള ചില ഗുളികകൾ കുറിച്ച് തരും. നമ്മൾ മെലാറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ കാര്യത്തെപ്പറ്റി പറഞ്ഞു. ഈ മെലാറ്റോണിൻ എന്ന ഹോർമോണും നമുക്ക് ഇന്ന് സപ്ലിമെൻ്റ് ആയിട്ട് ലഭ്യമാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെലാറ്റോണിൻ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ അളവ് കൂട്ടാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റും. പിന്നെ പലതരത്തിലുള്ള ഉറക്ക ഗുളികകളുണ്ട്. പണ്ടൊക്കെ ഫിനോബാർബിറ്റോൺ എന്ന ഗുളികയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ഗുളികകളൊന്നും ഉപയോഗിക്കുന്നില്ല. പലതരത്തിലുള്ള ഉറക്ക ഗുളികകളുണ്ട്. അത് ഉറക്കം വലുതായിട്ട് വരത്തില്ല, എന്നാലും നമ്മുടെ ഉറക്കത്തിന് സഹായിക്കുന്ന ഗുളികകളാണ്. ആൽപ്രസോളോം വിഭാഗത്തിലുള്ള ഗുളികകളുണ്ട്, സോൾ ഫ്രഷ് ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള മരുന്നുകൾ ലഭ്യമാണ്. അതിനെപ്പറ്റി വിശദമായി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഗുളികകൾ കഴിക്കുന്നതാണ് തീർച്ചയായിട്ടും നല്ലത്. അപ്പോൾ ഉറക്കം വരുന്നില്ലെങ്കിൽ അതിനെ സഹായിക്കാൻ പറ്റിയ ചെറിയ പല ടിപ്സുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം കിട്ടട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.